ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 2 ടയർ ചോക്ലേറ്റ് ടോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല പണി കിട്ടിയിട്ടുള്ള ഒരു കേക്കാണിത്. അതൊക്കെ നിങ്ങൾക്ക് വഴിയേ അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 9 ഇഞ്ചിൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ഫ്ലോർ വെച്ചിട്ട് അത് 3ആയിട്ട് ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ സിറപ്പിൽ പിന്നെ കുറച്ച് പാലും അതുപോലെ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോഫി ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ചോക്ലേറ്റ് ടോഫി ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോഫി ക്രീം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ മുന്നേ ടോഫി കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ കേക്ക് റെസിപ്പീൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കാനും ടോഫി ക്രീം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കേക്ക് എടുത്തിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ അടുത്ത കേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്കിനിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അത് 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കേക്കും ക്രം കോട്ടിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ കേക്കും ഇവിടെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ക്രീമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി അതിൻ്റെ മുകളിൽ ഫൈനലായിട്ടുള്ള കോട്ടിംഗ് കൊടുക്കാം. അത് സാധാരണ ക്രീമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫിനിഷിംഗ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മളിവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ചെറിയ കേക്കും എടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ചെറിയ കേക്ക് നമ്മളിവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1:2 റേഷ്യോയിൽ ആദ്യം ചോക്ലേറ്റ് ഗനാche ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീമിൻ്റെ ഇരട്ടിയാണ് കേട്ടോ ചോക്ലേറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 100 ഗ്രാം ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റും കൂടി ആയിട്ട് 186 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതേ പാത്രത്തിൽ തന്നെ ചോക്ലേറ്റും മെഷർ ചെയ്യാം. അപ്പോൾ അത് കണ്ടല്ലോ, ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ 47 ഗ്രാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് ഒരു 370 ഗ്രാം 372 ഗ്രാമൊക്കെ ചോക്ലേറ്റ് എടുത്താൽ മതി. ഞാൻ കൂടുതലും മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം കേട്ടോ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒരുപാടായി കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ആവിയിലിരുന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായിക്കോളും. അപ്പോൾ അത് നമ്മുടെ 1:2 റേഷ്യോയിലുള്ള ചോക്ലേറ്റ് ഗനാche ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചോക്ലേറ്റ് ഗനാche ഇവിടെ നന്നായിട്ട് തണുത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തണുത്ത ചോക്ലേറ്റ് ബീറ്റ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും കേട്ടോ. നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക.
അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1:1 റേഷ്യോയിലുള്ള ചോക്ലേറ്റ് ഗനാഷയാണിത്. അതായത് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 100 ഗ്രാം ചോക്ലേറ്റ് സെയിം അളവിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഗനാഷ ഒഴിച്ചെടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിരിക്കണം കേട്ടോ. നല്ല തണുത്തുള്ള കേക്കിൻ്റെ മുകളിൽ വേണം ഗനാഷ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കേക്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറിയ കേക്കിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വലിയ കേക്കും കൂടെ ഉണ്ട്, താഴെയുള്ള കേക്കും കൂടെ ഉണ്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ 2 കേക്കിലും ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കേക്കാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ താഴെ വെക്കാനുള്ള ഒരു കേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കേക്കിലും ഗനാഷ ഒഴിച്ചു കൊടുത്തിട്ടാണല്ലോ ഞാൻ കേക്ക് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയത് കേക്ക് ഫുള്ളായിട്ട് 2 ടയറും സെറ്റ് ചെയ്തിട്ട് മുകളിലൂടെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ ഒരു വൃത്തി കിട്ടുക. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ടയറോ 3 ടയറോ ഒക്കെ ഇങ്ങനെ ഗനാഷ ഒഴിച്ചിട്ടുള്ള കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റാക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇനി നമുക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ 2 കേക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റിസ്ക് ഉള്ളൊരു പണിയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് ഗനാഷ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേക്ക് മുകളിൽ വെക്കുമ്പോൾ അടിയിലുള്ള കേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സ്ട്രോൻ്റെ പീസ് ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ്. പിന്നെ നമുക്ക് മുകളിലുള്ള കേക്കിനും കൂടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്യൂറും വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തൊന്നും ചെരിഞ്ഞാൽ പെട്ടെന്നൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പതുക്കെ കേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ വെച്ച് കൊടുത്തപ്പോൾ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും ഇതുപോലെ ചെറുതായിട്ടൊരു ക്രീം പോയിട്ടുണ്ട് കേട്ടോ, അതുപോലെ ഗനാഷയും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സൈഡിലൊന്ന് ഗനാഷ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ആ ഗനാഷ സെറ്റ് ആവാനുള്ള സമയം എനിക്കുണ്ടായില്ല കേട്ടോ, കാരണം കേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയമായിരുന്നു. അതുപോലെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ആ ഒരു ഗനാഷ സെറ്റാക്കി എടുക്കാമായിരുന്നു. അപ്പോൾ സാധാരണ ക്രീം മാത്രമുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടയറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്കത് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഗനാഷ ഒഴിക്കാനുള്ള 2 ടയർ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രീമൊക്കെ ആക്കി പിന്നെ സെറ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് ഗനാഷ ഒഴിച്ചു കൊടുക്കാവും ഏറ്റവും നന്നാവുക കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ റോസറ്റ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ലീഫും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കേക്കിൻ്റെ താഴെയായിട്ടൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേര് ഫോണ്ടന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, അതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്